വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഓരോ വട്ട് പിടിക്കും. അങ്ങനെയാണ് ഞാൻ പറമ്പിൽ ചെന്ന് കുറേ പ്ലാവില പറക്കിക്കൊണ്ട് വന്നു. പഴുത്ത പ്ലാവില എൻ്റെ മനസ്സിലൊരു സാധനം ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. അപ്പോൾ വഴിയെ വന്നപ്പോഴത്തേക്കും നമ്മുടെ മുയലുകളൊക്കെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി. പിന്നെ ഞാൻ കൂട് തുറന്ന് കുറേ നേരം അവരുടെ അടുത്ത് കളിച്ച് അവരെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പം നമുക്ക് അത്യാവശ്യം ഇപ്പം മുയലുകളുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നൊക്കെ നമ്മൾ വിറ്റു. ഇതിപ്പോൾ പുതിയ മുയലുകളാണ്, കുഞ്ഞു മുയലുകൾ പ്രസവിച്ചിട്ടുണ്ട്. അതും കൊണ്ട് നേരെ അടുക്കളയിൽ വന്നപ്പോൾ അമ്മ മീൻ കഴുകുന്നു. അവിടത്തേക്കുള്ള നീണ്ട നിരയാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫോൺ കണ്ടപ്പോൾ ഓരോ പോസും തന്നു ഓരോരുത്തർ. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചു പിള്ളേർ പിടി തരത്തില്ല. ഞാൻ കുറേ നേരം ഇട്ട് ഓട്ടിച്ച് കുറേ നേരം അതിൻ്റെ കൂടെ കളിച്ച് അതിനുശേഷം ഇവരെങ്ങനെ ഓട്ടിക്കുമ്പോഴത്തേക്ക് ഇവർ വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ഇവിടെ നിന്ന് പോകത്തില്ല. അപ്പോൾ അമ്മ പറഞ്ഞ് പഴുത്ത ഇലയല്ലേ നീ എടുത്തിട്ട് വന്നാൽ അത് വേണ്ട, നമുക്ക് പച്ചില എടുക്കാമെന്ന്. അങ്ങനെ പച്ച പ്ലാവില എടുത്തിട്ട് ചെന്ന് ഞാൻ എന്ത് ചെയ്തു, തേങ്ങ ചിരുകി. അപ്പം വീഡിയോയും പിടിച്ചുകൊണ്ട് ചിരുവാൻ പറ്റൂല, എന്നാലും ചിരുവി എടുത്തു. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി ഇല വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അമ്മയ്ക്ക് കൊതി മൂത്തിട്ട് അമ്മ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ശർക്കരയും തേങ്ങയൊക്കെ സെറ്റാക്കി വെച്ച് മാവൊക്കെ കുഴച്ച് വെച്ചു. ഗോതമ്പ് മാവിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നിട്ട് അമ്മ തന്നെയാണ് ഈർക്കിൽ ചെത്തി തന്നത്. അല്ലെങ്കിൽ ഈ അമ്മമാർക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അമ്മയ്ക്കും ഒരു പൊടിക്കൈയൊക്കെ ചെയ്യണമല്ലോ, അവർക്ക് ചെയ്താലല്ലേ തൃപ്തി വരത്തുള്ളൂ. അപ്പം സ്പെഷ്യലിസ്റ്റ് കോട്ടുന്നുണ്ട് ഇല. അപ്പോൾ ഇത് നിങ്ങളവിടെ എന്താ പറയുന്നതെന്ന് പറയണേ. ഇങ്ങനെ ഇതിന് പേര് വല്ലതും ഉണ്ടോ എന്നൊക്കെ. ഇതൊക്കെ ഭയങ്കര ഒരു നൊസ്റ്റു സാധനമാണ്. അപ്പം എന്നിട്ട് നേരെ തട്ടേ കയറ്റി. ഗ്യാസ് ഇല്ല, എനിക്കിപ്പോഴും അടുപ്പാണ് ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട്. ഗ്യാസ് എനിക്ക് ഇഷ്ടവുമില്ല, വെക്കാനും അറിഞ്ഞുകൂടാ. അപ്പോൾ വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈർക്കിൽ കുത്തി നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. എല്ലാം എടുത്ത് വെച്ചപ്പോഴാണ് വീഡിയോ എടുക്കാൻ മറന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ടാറ്റ ബൈ ബൈ, സീ യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.